ഇത് നമുക്ക് പരിപ്പിട്ട് ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പരിപ്പ് വേണം. ഇതിപ്പോൾ ഞാനൊരു 1/5 കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇവിടെ ചുമന്ന ചീരയാണ് എടുത്തേക്കുന്നത്. നല്ല പൊടിപ്പൊടിയായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഒരു പിടി ചീരയുണ്ട്. അരപ്പുണ്ടാക്കണം. ഈ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ നമ്മൾ തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ചീരയ്ക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് എടുക്കുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഞാൻ ഈ അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാത്രത്തിലേക്ക്, നമ്മൾ ഇടിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കാൻ പോണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി, പിന്നെ ഒരു കുഞ്ഞി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലിയ വെളുത്തുള്ളി ചേർക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെളുത്തുള്ളി അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ പച്ചമുളക്. ഇത് ഭയങ്കര എരിവുള്ള പച്ചമുളകാണിത്, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നത്. ഇനി എരിവ് എത്ര വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എരിവ് അധികം ചേർക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഇടുന്നുള്ളൂ. പിന്നെ ചേർക്കേണ്ടത് ജീരകം, അതൊരു പിഞ്ചാണ്, ചെറിയ ജീരകമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ടേച്ചാൽ മതി. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ വേണ്ടത് ഒരു കറിവേപ്പിലയാണ്. ഒരു 2-3 പീസ് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ അടിച്ചാലൊന്നും ചതയത്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ഇടിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടൊന്ന് ഇടിച്ചിങ്ങനെ നന്നായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇടിക്കട്ടെ ആദ്യമേ. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കുറച്ച് തേങ്ങയേ ഉള്ളൂ. അപ്പോൾ ചീര നമ്മൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഒന്ന് ഒതുങ്ങും നന്നായിട്ട്. അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ അധികം ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് അധികം ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇടിക്കുന്ന ആ പാത്രത്തിലിട്ടല്ലേ ഇടിച്ചുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അരകലയിലേക്കിട്ട് അരയ്ക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ് അതിൻ്റെ അകത്തും. അപ്പോൾ നമ്മൾ അരകലയിലൊക്കെ അരച്ച് നമ്മളൊരു ചീരത്തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്കിതിൽ കിട്ടും. മിക്സിയിലിട്ടും നമുക്ക് വേണമെങ്കിലും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഈ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നത്. മുന്നേയൊക്കെ ഞാൻ മിക്സിയിലിട്ടാണ് അരച്ചുകൊണ്ടിരുന്നത്. മിക്സിയിലാകുമ്പോഴത്തേക്ക് ഒന്ന് ചെറിയൊരു ഒറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് തേങ്ങയും ഇതൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടും. അത് മതി. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ ഒരു ചീഞ്ചട്ടി ചൂടാകാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിപ്പോൾ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി, പിന്നെ ഒരു വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങ ഇടിച്ച ആ പാത്രം ഉണ്ടല്ലോ, അതും കൂടെ കഴുകി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പം ഞാൻ ഉപ്പും ചേർക്കണേന്.
ചീരയ്ക്ക് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചീരയ്ക്ക് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിന് ഈ അരപ്പിനുള്ള ഉപ്പ് ചേർത്തേച്ചാൽ മതി, അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. നമ്മളിപ്പോൾ അരപ്പിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കറക്റ്റ് മതിയോ എന്നുള്ളത്. അപ്പോൾ ആ ഉപ്പ് തന്നെ മതിയാവും ചീരയ്ക്കും, അല്ലാണ്ട് ഇപ്പം അതിനും കൂടെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലെ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റണം. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഒഴിച്ചതെന്ന് വെച്ചാൽ പരിപ്പിലൊക്കെ ഒന്ന് ഈ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചത്. ഇതിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീര ചേർക്കാം. ചീരയ്ക്കകത്ത് എന്തായാലും വെള്ളം ഉണ്ടാവും, അപ്പോൾ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് കുറച്ച് വറ്റി വരട്ടെ. ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനിയിപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തവിയുടെ ബാക്ക് വശം കൊണ്ട് വേണം ഇളക്കാനായിട്ട്. നമ്മൾ ഈ ഒരു വശം വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞങ്ങ് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ തവിയുടെ ബാക്കോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്കൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. വെള്ളമുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് തുറന്നു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപ്പിട്ട ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.